വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോൾക്ക് അമ്മേ ചായക്ക് കടിയൊന്നുമില്ലേ എന്നാൽ നമുക്ക് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും കൂടെ ഇറങ്ങിയതാട്ടോ. പഴംപൊരി ഉണ്ടാക്കാനാണെങ്കിൽ പഴമൊന്നുമില്ല എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. അങ്ങനെ കടയിൽ വന്നപ്പോൾ ഉണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളതില്ല. കാബജിയാണ് ആൾ ഉദ്ദേശിച്ചത്, സാധനം അതില്ലായിരുന്നു. പിന്നെ സമൂസ വാങ്ങിച്ചു, പഴംപൊരിയും ഉള്ളിവടയും പിന്നെ പരിപ്പുവടയൊക്കെ ഉണ്ട്. പക്ഷേ കാബജിയാണ് ആൾ നോക്കിയത്, കിട്ടിയില്ല. പിന്നെ സമൂസയും കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. എന്നിട്ട് വന്ന ഉടനെ ചായക്കുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് പാലൊഴിച്ച്, ചായയുടെ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെ ചായ ഒഴിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അതെല്ലാം കണ്ടതിൻ്റെ തുള്ളിച്ചാട്ടം അവിടെ നടക്കുന്നത്. അങ്ങനെ അവൾക്കുള്ളത് അവളെടുത്തു, എനിക്കുള്ളത് ഞാനും എടുത്തു. മോനും കഴിച്ചു, അയാൾക്ക് ട്യൂഷന് പോകണം. അങ്ങനെ അയാളും കഴിച്ചിട്ട് പോയി. ഞാനും ഇരുന്ന് കഴിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകണം. പാത്രം കഴുകിയിട്ട് വേണം മോളെ ട്യൂഷന് കൊണ്ടാക്കാനായിട്ട്. ട്യൂഷന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് നല്ല പണിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കുറേ പണി തീർക്കാനുണ്ട്. മുറ്റത്തെല്ലാം പോച്ചയൊക്കെ ചെത്തിയതിൻ്റെതൊക്കെ തീടാനുണ്ട്. അതെല്ലാം തീയിട്ടിട്ടാട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് കയറി വന്നത്. കൊണ്ടാക്കുകയും ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ അത് തുറന്ന് കയറി വന്നത്. പെരയ്ക്കകം ഒന്ന് തൂക്കണമെന്നല്ല, ഞാൻ തൂത്തിട്ടാണ് പോയത്. ഒന്ന് തുടയ്ക്കണം. വിളക്ക് കത്തിക്കാറായിട്ടോ. ഇപ്പം തന്നെ 6 മണിയായി. ഞാൻ അങ്ങനെ പെട്ടെന്നെല്ലാം ഒന്ന് തുടച്ച് ഒന്ന് എടുക്കണം. അവിടെ എല്ലാം ചവിട്ടി അങ്ങനെ ആകെ മൊത്തം പൊടിയായിട്ട് കിടന്നെയായിരുന്നു. ഓണം ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൊടിയൊക്കെ താഴെയുണ്ട്. അന്ന് പിന്നെ മോട്ടിച്ചിട്ടൊന്ന് തുടയ്ക്കാം, ബാക്കി പിന്നീടാക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് റെഡിയായി ഒന്ന് സുന്ദരിയായിട്ട് പോയി വിളക്കൊക്കെ കത്തിക്കാം. അങ്ങനെ പെട്ടെന്ന് തുറന്നിടാൻ പറ്റത്തില്ല കേട്ടോ. കതക് തുറന്നാൽ നമ്മുടെ കൊതുക് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പൂജാമുറിയൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് നാമൊക്കെ ചൊല്ലിയിട്ട് കയറിപ്പോരുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ.